ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ എണീറ്റത്. കാര്യം വേറെ ഒന്നുമല്ല, ചപ്പാത്തിയും അതേപോലെ പനീറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയത്ത് നമുക്കിത് ആ പാന് ചൂടാക്കി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ പട്ടയും ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. അതിലേക്ക് പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത്. പിന്നെ അതിന് ശേഷം ഇഞ്ചിയും ഗാർലിക്കും ഞാൻ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ അതിലേക്കിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ പനീർ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിന് ശേഷം തക്കാളി ഇട്ടു. അതും നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന ആ സമയത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മളുടെ പൊടികളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നില്ല, പകരം ഞാൻ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. അതിന് മുന്നേ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പില്ലേ, പായസത്തിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ അണ്ടിപ്പരിപ്പും ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനി ഇത് തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പിന്നെ ഞാൻ ചപ്പാത്തീൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് അത് ഉരുളയാക്കി പരത്തിയെടുത്ത് പിന്നെ ഇതുപോലെ പേസ്റ്റ് ആക്കി മാറ്റിയതിന് ശേഷം പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഡാൽഡ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പനീറൊക്കെ ഒന്ന് ചൂടാക്കി അതും മാറ്റി വെച്ചു. പിന്നെ ഈ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് വരുന്നതിലേക്ക് പിന്നെ നമ്മൾ പനീറാണ് ആഡാക്കുന്നത്. പനീർ ഇതിൽ വെന്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അതവിടെ സെറ്റാവട്ടെ. ആ സമയത്ത് നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. എൻ്റെ ചപ്പാത്തീൻ്റെ ഷേപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ചപ്പാത്തി ഏത് ഷേപ്പിലായാലും എന്താ, നമുക്ക് കഴിച്ചാൽ പോരെ അല്ലേ. ഇത് കഴിഞ്ഞ് ഞാൻ അൻഷുൻ്റെ അമ്മീൻ്റെ അടുത്തേക്ക് പോയി അവരെ വേഗം റെഡിയാക്കി എടുത്തോട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി വണ്ടിക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അൻഷു? വണ്ടി മാമനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പണിയും കഴിഞ്ഞു. ഇന്ന് പീട്ടി ഉണ്ട്. ഇന്ന് മഴയാണെങ്കിൽ പീട്ടിക്ക് പോവാൻ കഴിയോ? പോയോ? ഓക്കെ. അതെന്തിനാ നീക്ക് പെണ്ണ? അതാ നീതു മിസ്. സന്തോഷായി. അതാ വരുന്നു. മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ക്ലീനിങ് ആണ്. അപ്പോൾ രാവിലെയൊക്കെ അടിച്ചേരി തുടച്ചിട്ടു. ഇന്നൊരു ബ്ലാങ്കറ്റ് തിരുമ്പാനുണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന് തന്നെ തിരുമ്പി മുകളിൽ തന്നെ ഇടണം. നല്ല വെയിറ്റ് ആയതുകൊണ്ട് താഴേന്ന് തിരുമ്പിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാനത് ഇവിടേക്കാണ് മുകളിലേക്ക് എടുത്തു. അങ്ങനെ ഇവിടുന്ന് അത് വെള്ളത്തിലൊന്ന് പുതിർത്തി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊന്തിക്കാൻ 2 ആൾക്കാർ വേണം. അതിനുശേഷം ബാക്കി തുണികളൊക്കെ അലക്കിയിട്ടു കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ ഇതോടുകൂടിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെൽഫ് കെയറിലേക്ക് കിടക്കാം. അപ്പോൾ അധിക ദിവസങ്ങളിലും സമയം കിട്ടാറില്ല, എന്നാലും കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഈ ചെയ്യുന്നത് റെഡിയാണോ, നമ്മളിങ്ങനെ തന്നെയാണോ മസാജ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ള പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്യും.
ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് തലയൊന്ന് തണുപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ച്, ഡെയിലി എണ്ണ തേക്കാറൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് ഇതേപോലെ എണ്ണ ഒന്ന് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടാണ് കുളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ കുളിയും കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.